ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വീഡിയോ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോയത്തിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ ആയുള്ള സമ്മറിയും എക്സ്പ്ലനേഷനുമാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ ദ സീഡ്ലിംഗ് ഈസ് എ പോയം റിട്ടൺ ബൈ പോൾ. ദ തീം ഓഫ് ദ പോയം ഈസ് ഹാർഡ് വർക്ക് ലീഡ്സ് ടു ഗ്രോത്ത് ആൻഡ് സക്സസ്. ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ഫേസ് ഡിഫിക്കൽട്ടീസ് ബ്രേവ്ലി ആൻഡ് വിത്ത് പേഷ്യൻസ്. ആൻഡ് ദ ടോൺ ഓഫ് ദ പോയം ഈസ്, ആ പോയത്തിൻ്റെ ടോൺ എന്താണ്? ജോയ്ഫുൾ ആൻഡ് ഇൻസ്പിരേഷണൽ. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, സീഡ്ലിംഗ് എന്താണെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ ആണ്. ഈ ഒരു വീഡിയോയിൽ ഞാനൊരു 3-4 സ്റ്റാൻസകളെ പറയുള്ളൂ. അല്ലാണ്ട് എല്ലാം ഒപ്പരം വാരി വലിച്ച് പറഞ്ഞ് ഞാൻ അലമ്പാക്കുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അതിൻ്റെ മുന്നേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഈ പോയത്തിൽ ദ പോയം കൺസിസ്റ്റ് ഓഫ് 8 സ്റ്റാൻസാസ്. ഈ ഒരു പോയത്തിൽ 8 സ്റ്റാൻസകളുണ്ട്. ഈച്ച് ഓഫ് 4 ലൈൻസ്. ഓരോന്നിലും 4 വരികളാണുള്ളത്. 4 വരികളുള്ള 8 സ്റ്റാൻസാസ് ആണ് ഈ പോയത്തിലുള്ളത്. എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഇതാണ് ഒരു സ്റ്റാൻസ. 4 വരികൾ വരുന്ന ഇങ്ങനത്തെ 8 സെറ്റ് ഉണ്ട് ഈ ഒരു പോയത്തിൽ. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ വരി വായിക്കാം. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്. ഒരു മിണ്ടാണ്ടിരിക്കുന്ന, ക്വയറ്റായിട്ട് നിശബ്ദമായിട്ടിരിക്കുന്ന ചെറിയൊരു വിത്ത്. മിണ്ടാണ്ടിരിക്കുന്ന ചെറിയൊരു വിത്ത്. ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. അത് കിടക്കുകയാണ്. അത് കിടക്കുക. ലേ എന്ന് പറഞ്ഞാൽ കിടക്കുക. വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. അത് അതിൻ്റെ ഇരുട്ടിൻ്റെ കിടക്കയിൽ കിടക്കുകയാണ്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ചെറിയൊരു സീഡ്ലിങ് മിണ്ടാണ്ട് ഇരുട്ടിൻ്റെ കിടക്കയിൽ കിടക്കുകയാണ്. ഇവിടെ ഡാർക്സം ബെഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സോയിലിനെയാണ്. മണ്ണിൻ്റെ അടിയിലാണല്ലോ നമ്മൾ വിത്ത് കുഴിച്ചിടുക. ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നുള്ളതാണ് ഇവിടെ ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ വരി ഞാൻ ഒന്നും കൂടി വായിച്ചുതരാം. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. ഒരു ചെറിയ മിണ്ടാണ്ടിരിക്കുന്ന ഒരു സീഡ്ലിംഗ്, നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു സീഡ്ലിംഗ് കിടക്കുകയാണ്. ഒന്നും ചെയ്യാണ്ട് കിടക്കുകയാണ്. മണ്ണിൻ്റെ അടിയിൽ അതിങ്ങനെ കിടക്കുകയാണ്, ഇരുട്ടിൽ. ഓക്കെ അല്ലേ? അത് രണ്ടും ക്ലിയർ ആയില്ലേ? ഒറ്റ കാര്യമാണ് ഇവിടെ ഒന്ന് പഠിക്കേണ്ടത്. എ സീഡ്ലിംഗ് ഈസ് ലൈയിങ് അണ്ടർ ദ സോയിൽ. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ സീഡ്ലിംഗ് വാസ് ലൈയിങ് അണ്ടർ ദ സോയിൽ. ഈ ഒരു 2 വരിയിൽ ഈ ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്നും കൂടി വായിച്ചു തരാം. എ സീഡ്ലിംഗ് വാസ് ലൈയിങ് അണ്ടർ ദ സോയിൽ. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റത്തെ 2 വരിയിൽ പഠിക്കേണ്ടത്. നമ്മളെ സമ്മറിയുടെ പോയിന്റ്സ് ആണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതിയെടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം കേട്ടോ. ഇനി അതിൻ്റെ ബാക്കി ടു ഇറ്റ് സെൽഫ്. ടു ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അതിനോട് തന്നെ, ആ സീഡ്ലിങ് അതിനോട് തന്നെ. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്. ഇത് ഈ മണ്ണിൻ്റെ അടിയിൽ ഡാർക്സം ബെഡിൽ ഇരുട്ടിൽ കിടന്നുകൊണ്ട് ഇത് ഇതിനോട് തന്നെ സംസാരിക്കുക. സീഡ്ലിങ് സ്വയം സംസാരിക്കുകയാണ്. ഓക്കെ, ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. ഇതാണ് അത് പറഞ്ഞത്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഈ വരി ഒന്നുകൂടി വായിച്ചാൽ ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. ഇതാണ് അത് പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ ഒരു പോയം ഇനി മുന്നോട്ട് പോകുമ്പം സീഡ്ലിംഗ് അതിനോട് സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു പാഠം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു സീഡ്ലിംഗ് മണ്ണിൻ്റെ അടിയിൽ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. അത് അതിനോട് തന്നെ സംസാരിക്കുകയാണ്. അത് അതിനോട് എന്തൊക്കെയാണ് സംസാരിച്ചതെന്നാണ് നമ്മൾ ഈ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോയത്തിൽ നോക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ ഫസ്റ്റത്തെ ഈ സ്റ്റാൻസയുടെ സമ്മറി ഒന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാം. അതിൻ്റെ മലയാളവും പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. എ സീഡ്ലിംഗ് വാസ് ലൈയിങ് അണ്ടർ ദ സോയിൽ. ഒരു വിത്ത് മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്, മിണ്ടാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഇറ്റ് സെൽഫ്. അത് അതിനോട് തന്നെ സംസാരിച്ചു തുടങ്ങാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. ഇത്രയും കാര്യങ്ങളാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റാൻസയിൽ, സെക്കൻഡ് സ്റ്റാൻസയിൽ സീഡ്ലിംഗ് എന്താ പറഞ്ഞതെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ആ സീഡ്ലിംഗ് എന്താ അറിയോ പറയുന്നത് അതിനോട്? ഫസ്റ്റ് പറയുന്നത് എന്താ അറിയോ? ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. റോബസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്ട്രോങ് എന്നാണ്. അപ്പോൾ അത് പറയാം, ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല. ഒരു ചെറിയ വിത്തല്ലേ, മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ചെറിയൊരു വിത്താണ്. അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ മൂടി കിടക്കുക. ആ മണ്ണിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് വേണം അതിന് വെളിച്ചത്തിലോട്ട് വരാൻ. ഈ മണ്ണൊക്കെ അതിന് തടസ്സം, അതിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ അതിന് തടസ്സം.
അപ്പോൾ അത് അതിനോട് സംസാരിക്കുക. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്, ഞാൻ അത്ര സ്ട്രോങ് അല്ല. റോബസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്ട്രോങ് അല്ല എന്നാണ്. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, ഞാൻ സ്ട്രോങ് അല്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ശ്രമിക്കും. മക്കളെ നോട്ട് ചെയ്ത് വെച്ചു ഈ വരി. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യും. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ സക്സസ്ഫുൾ ആവും. നിങ്ങൾ സക്സസ്ഫുൾ ആവാത്തതിൻ്റെ കാരണം എന്താ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിൻ്റെ കാരണം എന്താ? നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് നിങ്ങളവിടെ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് നിങ്ങളവിടെ കൊടുത്താൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ സക്സസ്ഫുൾ ആയിട്ടിരിക്കും. ഈ സീഡ്ലിങ്ങിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് കൊടുക്കണം. യു ഹാവ് ടു ഡു യുവർ ബെസ്റ്റ്. എന്നിട്ട് നിങ്ങൾ തോറ്റുപോട്ടെ, നിങ്ങൾ തോൽക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സീഡ്ലിങ് പറയാം ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളോടും പറയേണ്ടതാ. നിങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങളുണ്ടാവും. മാത്തമാറ്റിക്സ് അറിയാത്തവരുണ്ടാവും, ഹിന്ദി അറിയാത്തവരുണ്ടാവും, മലയാളം അറിയാത്തവരുണ്ടാവും, ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാവും. എന്ന് വെച്ചാൽ വിഷയം മാറ്റി വെക്കലാണോ? അല്ല, യു ഹാവ് ടു ഡു യുവർ ബെസ്റ്റ്. സീഡ്ലിങ് പറഞ്ഞ മാതിരി നിങ്ങളുടെ വീക്ക്നെസ്സിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാത്സ് പഠിക്കാൻ പറ്റാത്ത ഒരു കുട്ടി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചോന്ന് ഒരു കാലത്തും പഠിക്കില്ല. അല്ല, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്ര പഠിക്കുന്നു പറഞ്ഞാൽ മാത്സിനെ ഇഷ്ടപ്പെട്ട് നോക്കുക. നിങ്ങൾ ആ മാത്സിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇംഗ്ലീഷിനെ, മലയാളത്തെ, ഹിന്ദിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അപ്പോൾ സീഡ്ലിങ് പറയുന്ന മെസ്സേജ് അതാണ്. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്, ഞാൻ അത്ര സ്ട്രോങ് അല്ല. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുമെന്ന് പറയാണ്. സോ ഇതിൻ്റെ സമ്മറി എന്താണെന്ന് നമ്മൾ നോക്കാം. ഇറ്റ് സെഡ് ദാറ്റ്, സീഡ്ലിങ് പറയാണ്, ഇറ്റ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് സോ വെരി സ്ട്രോങ്. അത് പറയാണ് ഞാൻ അത്ര സ്ട്രോങ് അല്ല. പക്ഷെ അത് പറയാം, ബട്ട് ഇറ്റ് വുഡ് ട്രൈ ഇറ്റ്സ് ബെസ്റ്റ്. പക്ഷെ അത് പറയാം ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യും. ആ സീഡ്ലിങ് പറയാണ് ഞാൻ എൻ്റെ ബെസ്റ്റ് എന്ത് ചെയ്യും? ട്രൈ ചെയ്യും. ഞാൻ അത്ര സ്ട്രോങ് ഒന്നല്ല, പക്ഷെ ഞാൻ എൻ്റെ ബെസ്റ്റ്, എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്ന സീഡ്ലിങ് എന്ത് ചെയ്യാണ്? പറയാണ്. ഓക്കെ, ഇനിയുള്ള ഭാഗമാണ് ഇമ്പോർട്ടൻറ്റ്. ഇനിയുള്ള ഭാഗം നോക്കി വെച്ചോ. ആൻഡ് ദ സീഡ്ലിങ് ഫ്രം ദാറ്റ് മൊമെന്റ്, അത് പറഞ്ഞ സമയം തൊട്ട്, ആ ഒരു ഡയലോഗ് പറഞ്ഞ സമയം തൊട്ട് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗെയിൻ. ആ സീഡ്ലിങ് പറയാ ഐ ആം നോട്ട് സോ വെരി സ്ട്രോങ്, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതല്ലേ ഈ വരിയിൽ പറയുന്നത്. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ് ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ്. ഇതൊരു ഡയലോഗ്, അതൊരു വെല്ലുവിളിയാണ്. ഞാൻ സ്ട്രോങ് അല്ല, പക്ഷെ ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്ന പറയണം ആ സീഡ്ലിങ്. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും പറയും മോട്ടിവേഷൻ അസഹി കേട്ട് ഇൻസ്പയർ ആയിട്ട് ഇന്നൊട്ട് ഞാൻ പഠിക്കും, 2 ദിവസം 3-ാമത്തെ ദിവസം ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഫോൺ എടുത്ത് പഠിക്കാം. ചില ആൾക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, എനിക്കൊക്കെ ഉണ്ട് ആ സ്വഭാവം. ക്ലോക്കിൽ നോക്കും, ഞാൻ 7 മണിക്ക് പഠിക്കും. ക്ലോക്കിൽ നോക്കുക 7 മണി ആവട്ടെ ഞാൻ ഒന്ന് ഫോൺ വിളിച്ചിട്ട് 7:05. അപ്പോൾ എനിക്ക് 7:05 ഇനി 7:00 പഠിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം നോക്കിക്കുക. അങ്ങനെ ഫോണിൽ കളിച്ച് കിടന്ന് റീല് കണ്ട് യൂട്യൂബ് കണ്ട് അങ്ങനെ കണ്ട് ഏറെ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ 8 മണിക്ക് പഠിക്കും. അങ്ങനെ പിന്നെയും കളിച്ച് എന്ത് ചെയ്യും? പോവും. 8 മണി 8:05 ഇനി 8:30 പഠിക്കാം. അങ്ങനെ നാളെ നീളം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും? നീണ്ട് പോകും. എല്ലാവർക്കും പറ്റുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ പരീക്ഷൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇന്ന് ഞാനൊരു 8:45 നോക്കാം. ഞാൻ 8:45 വരെ സ്ക്രോൾ ചെയ്ത് ടൈം പോകും. അപ്പോൾ ഞാൻ 9 മണിക്ക് നോക്കാം. അങ്ങനെ അറ്റിക്ക് വെച്ചൊരു പേപ്പറുണ്ട്, പരീക്ഷാ പേപ്പറുകളാണ് എൻ്റെ വീട്ടിൽ. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പാണ് നോക്കി കൊടുത്തത്. മടി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടോ? നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും മടിയുണ്ട്. മടി, മറവി, ഇതൊക്കെ മനുഷ്യന് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. മനസ്സിലായോ? നമ്മൾ മറന്നു പോകണം. നമുക്ക് പറ്റിയ തെറ്റുകളും നമുക്ക് പറ്റിയ കാര്യങ്ങളും അല്ലെ, നമുക്ക് വേണ്ടാത്തവരൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മറന്നു പോകണം. അല്ലാണ്ട് ഒക്കെ ആലോചിച്ചിരുന്നാൽ, നിങ്ങൾ ജനിച്ചു തൊട്ട് ആലോചിച്ചിരുന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. മറവി വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് പഠിച്ച് മറന്നു പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാതിപ്പെടരുത്. വീണ്ടും പഠിച്ചു നോക്കുക. മറക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഓർത്താൽ മതി. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ മറന്നു പോയിക്കോട്ടെ, പോണൊക്കെ പോട്ടെ, നമുക്ക് ആവശ്യമില്ല നമ്മുടെ തലയിൽ നിൽക്കാം. ഫൈൻ. സോ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നല്ല. സീഡ്ലിങ് പറയാം ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ് ബട്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. നമ്മളും വെല്ലുവിളിക്കും. ഇപ്പം പരീക്ഷയ്ക്ക്, ഈ പോണ പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞു, അപ്പ നോക്കിക്കോളി, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ പൊളിക്കും. എവിടെ ആ ഡയലോഗ് അവിടെ തീർന്ന്. അത് വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കാണ്ട് കളയുന്ന എസ്കേപ്പ് ചെയ്യാനുള്ള ഒറ്റ വഴി മാത്രമാണ്. നമ്മൾ വലിയ ഡയലോഗ് അടിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. മോട്ടിവേഷനൊക്കെ കേട്ട് ജില്ലായിട്ട് ചില ആൾക്കാർ പഠിക്കായിരിക്കും 2 ദിവസം 3-ാമത്തെ ദിവസം കഴിഞ്ഞു. സോ നമ്മളെ മെയിൻ സാധനം എന്താ? ഡിസിപ്ലിൻ. നമുക്ക് മോട്ടിവേഷൻ അല്ല വേണ്ടി, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാണ് വേണ്ടി. സോ സീഡ്ലിങ് നമ്മളെ പോലെ ഒന്നല്ല, നിങ്ങളെ പോലെ ഒന്നല്ല. സീഡ്ലിങ് ഈ ഡയലോഗ് അടിച്ചിട്ട് ആൻഡ് ദ സീഡ്ലിങ് ഫ്രം ദാറ്റ് മൊമെന്റ്, അത് പറഞ്ഞ ആ ഒരു സമയം തൊട്ട് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗൈൻ. അതിൻ്റെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഒരു സീഡ്ലിങ്ങിനൊരു മരമായിട്ട് മാറാനുള്ള ഒരു ഹാർഡ് വർക്ക്. പണ്ടൊക്കെ ആൾക്കാർ തമാശക്ക് വരുന്നതായി, ചെറിയ വിത്തിൽ നിന്നല്ലേ വലിയ മരങ്ങൾ ഉണ്ടാവുക. ആ വലിയ മരങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ആരുടെ ഹാർഡ് വർക്ക് ഉണ്ടോ? ശരിക്കും സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്.
മനസ്സിലായോ? അപ്പോൾ സീഡ്ലിംഗ് ആ ഡയലോഗ് പഠിച്ചിട്ട് നല്ലോണം കഷ്ടപ്പെടാൻ പോകാൻ നോക്കിയോ. ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹാർഡ്. അത് സ്ട്രോങ് അല്ല, അതിൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ സമയം തൊട്ട് നോക്കണേ. ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹാർഡ്. ആ ഒരു ഡയലോഗ് പറഞ്ഞ സമയം തൊട്ട് സീഡ്ലിംഗ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് നോക്കാം സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് എന്താണ്, സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്ക് അതിന് റിസൾട്ട് കൊടുത്തോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്ക് അതിന് റിസൾട്ട് കൊടുത്തോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്ക് അതിന് റിസൾട്ട് കൊടുത്തോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. അതൊരു ചെറിയ നാമ്പിനെ, ഒരു ഇലയുടെ ഒരു നാമ്പിനെ എന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു ഇലയെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ആ വിത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, മുളച്ചു വരികയാണ്. ഒരു ചെറിയൊരു മരം ആ ഒരു വിത്തിൽ നിന്ന് മുളച്ചു വരികയാണ്. എവിടുന്ന് തുടങ്ങിയ യാത്രയാ? ഡാർക്ക് സം ബെഡ്, മണ്ണിൻ്റെ ഇരുട്ടിൽ നിന്ന് ചെറിയൊരു നാമ്പത, ഒരു ചെടിയുടെ നാമ്പത മുളച്ചു വരുന്നു. ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട്, ആ സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട്. ഒന്നും കൂടി വായിച്ചുതരാം. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ. ആ സീഡ്ലിങ് പറഞ്ഞത്, ആ വാക്ക് സീഡ്ലിങ് പാലിച്ചു. സീഡ്ലിങ് പറയാണ്, ഐ ആം നോട്ട് സോ വെരി സ്ട്രോങ് ബട്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഫ്രം ദാറ്റ് മൊമെൻറ്റ് ആ സീഡ്ലിങ് ഹാർഡ് വർക്ക് ചെയ്തില്ലേ, ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്ന 2 സ്റ്റാൻസ എന്ന് പറയുന്നത്. ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്ന 2 സ്റ്റാൻസ എന്ന് പറയുന്നത്. ആ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്ന 2 സ്റ്റാൻസ. എന്തൊക്കെയാണ് ആ സ്റ്റാൻസയിൽ പറയുന്നത്? സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ. ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ട് ഇതിൻ്റെ ലൈഫ് തുടങ്ങുന്നത് ഡാർക്ക്നെസ് എന്നാണ്. ഈ ഒരു സീഡ്ലിങ്ങിൻ്റെ ലൈഫ് തുടങ്ങുന്നത് ഡാർക്ക്നെസ് എന്നാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ലൈഫ് എവിടെ എത്തി? ലൈറ്റിലേക്ക് എത്തി. അതിൻ്റെ ലൈഫ് എവിടേക്ക് എത്തുകയാണ്? ലൈറ്റിലേക്ക് എത്തുകയാണ്. എന്തുകൊണ്ട്? ഒറ്റ കാര്യം, ആ സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട്. ആ സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം. ഈ പാഠം തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, സീഡ്ലിങ്ങിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പിച്ച് ഡാർക്ക്നെസ് എന്നാണ്. മണ്ണിൻ്റെ അടിയിൽ നിന്ന്, ഇരുട്ടിൽ നിന്നാണ്. ഒന്നുമല്ലാത്തടത്ത് തുടങ്ങിയ സീഡ്ലിങ്ങിൻ്റെ ലൈഫ് അതിൻ്റെ ഹാർഡ് വർക്കും അതിൻ്റെ ഡിസിപ്ലിനും അതിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്ക് കൊണ്ട് അത് എവിടെ എത്താണ്? ലൈറ്റിലേക്ക് എത്താണ്, വെളിച്ചത്തിലേക്ക് എത്താണ്. ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സക്സസ് എന്നാണ്. ഇരുട്ടെപ്പോഴും സങ്കടത്തെ സൂചിപ്പിക്കും. പക്ഷെ വെളിച്ചം എന്ന് പറയുന്നത് എപ്പോഴും സക്സസ് ആണ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ആണ്, ജോയ് ആണ് വെളിച്ചം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ട് അതെന്ത് ചെയ്യാണ്? സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ. ഈ ഒരു 2 സ്റ്റാൻസയുടെ സമ്മറി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് പുഷ്ഡ് ഔട്ട് എ സ്മോൾ ലീഫ്ലെറ്റ്. അത് ചെറിയൊരു ഇലയെ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് തള്ളി വിടുകയാണ്. ഫ്രം ദ സോയിൽ, മണ്ണിൻ്റെ അടിയിൽ നിന്ന്. എന്നിട്ട് അത് പുറത്തേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്. അങ്ങനെ അത് പുറത്തേക്ക് വന്ന് ചുറ്റുപാട് മൊത്തം നോക്കുക. അതിന് ചുറ്റുപാടുകളെ മൊത്തം അത് നോക്കുകയാണ്. പരിസരം മൊത്തം നിരീക്ഷിക്കുകയാണ് ആ പുറത്തോട്ട് വന്ന സീഡ്ലിങ്. സ്ഥലമൊക്കെ ഓക്കെ ആണോ, സെറ്റാണോ, നല്ല വൈബുള്ള സ്ഥലമാണോ നോക്കുകയാണ്. ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. ഇനി ശ്രദ്ധിക്കണം, ഒന്നുമല്ലാത്തോട്ട് തുടങ്ങിയ സീഡ്ലിങ് വെളിച്ചത്തിലേക്ക് മുളച്ചെത്തിയപ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളെ മൊത്തത്തിൽ നിരീക്ഷിച്ചു. ചുറ്റുപാടുകളെ മൊത്തം നിരീക്ഷിക്കുന്നത് എന്തിനാ അറിയോ? ചുറ്റുപാട് ഓക്കെ ആണോ, സെറ്റാണോ, പെർഫെക്റ്റ് ഓക്കെ ആണോ എന്ന് അറിഞ്ഞിട്ട് വേണം ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. ഇതിൻ്റെ ബാക്കിൽ വരുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ. മണ്ണിൻ്റെ ഇരുട്ടിൽ നിന്ന് തുടങ്ങിയ ആ ഒരു സീഡ്ലിങ് മറ്റുള്ള സീഡ്ലിങ്ങൾക്ക് ഒരു ഗൈഡ് വരെയായി മാറി. എന്തുകൊണ്ടാണ്? ഹാർഡ് വർക്ക് കൊണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇരുട്ടിൽ നിന്ന്, ആ ഡാർക്ക് ബെഡിൽ നിന്ന് തുടങ്ങിയ ഒരു സീഡ്ലിങ് ഇന്നിപ്പം ബാക്കിയുള്ളവർക്ക് വഴികാട്ടിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? ആ സീഡ്ലിങ്ങിൻ്റെ ഹാർഡ് വർക്കാണ്. മനസ്സിലാക്കണം, ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം. ഡിസിപ്ലിൻഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടും. അപ്പോൾ അതിൻ്റെ സമ്മറി എന്താണ്? ഫ്രം ദ സോയിൽ ഇറ്റ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ആ പൊന്തി വന്ന ലീഫ്ലെറ്റ് അതിൻ്റെ ചുറ്റുപാടുകളെ മൊത്തം നോക്കുകയാണ്. ആൻഡ് ഗൈഡ് ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ആ ചെടിയുടെ ബാക്കിയുള്ള ഭാഗം, ലീഫ്ലെറ്റ് മാത്രമേ പുറത്തോട്ട് വന്നിട്ടുള്ളൂ, ഇനി ചെടിക്ക് ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട്. അതിൻ്റെ സ്റ്റെമ്മ് വരാനുണ്ട്, അതിൻ്റെ ബാക്കിയുള്ള ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ, ലീവ്സൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിന് വഴി കാണിച്ചു കൊടുക്കാൻ അതെന്ത് ചെയ്യാണ്? സറൗണ്ടിങ്സിനൊക്കെ എക്സാമിൻ ചെയ്യാണ്. ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ലീഫ്, ചെറിയൊരു ഇലയ്ക്കാണ് നമ്മൾ ലീഫ്ലെറ്റ് എന്ന് പറയുക. ദ റെസ്റ്റ് എന്ന് പറയുന്നത് റിമൈനിങ് പാർട്സ്, ബാക്കിയുള്ള ഭാഗങ്ങൾ എന്നാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കിട്ടിയോ, മാർക്കുണ്ടല്ലായിരുന്നു, നീ മാർക്കില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പരീക്ഷയിലേക്ക് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഡിസിപ്ലിൻ ആയിട്ട്, ഒപ്റ്റിമൈസ്ഡ് ആയിട്ട്, എന്നും എനർജിയോട് കൂടി, എന്നും ഡിസിപ്ലിൻ ആയിട്ട്, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാം. സെറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അപ്പോൾ ബാക്കി അടുത്ത് വയ്ക്കാം.